ക്ലീറ്റസേ ക്ലീറ്റോ ക്ലീറ്റോ വാടാ. എന്താ മനസ്സിലെ വാ നീ ഇങ്ങോട്ട് വാ. എന്താ കാര്യം പറ. എടാ നമുക്ക് ഇല മുറിക്കണ്ടേ? ഞാൻ നേരത്തെ കുറെ ഇല മുറിച്ചു കൊടുത്തല്ലോ. എടാ അതല്ലടാ വാ. ശരിയാവില്ല അമ്മ ഇപ്പൊ വരും. ശരിയാവില്ല. എടാ അമ്മാവനും കനകനും ഒക്കെ ഉണ്ടെന്ന്. അവന് കനകനുള്ളതുകൊണ്ടാണ് ഞാൻ തീരെ വരണില്ലാന്ന് പറഞ്ഞ. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവൻ അലമ്പാ. കനക ഇവ മഞ്ഞില്ലാട്ടാ, ഇവ മഞ്ഞില്ലാന്ന്. ജാട ജാട. അളിയാ ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുമോ? ഇങ്ങ് വന്ന് അലമ്പാക്കും. അല്ലേ ഞാൻ അങ്ങോട്ട് വരാം. അല്ല അച്ചാറോ നാളേക്ക് എന്തെങ്കിലും എടുത്തോ. ഇവിടെ ഒന്നുമില്ല. റെഡിയാണ്. വേണ്ട റെഡിയാ ഇട്ട് നോക്കിയാണ്. ഇന്ന് അമ്മൂമ്മയാണ് എൻ്റെ കൊച്ചുമോക്ക് ചോറ് വാരി തരുന്നത് കേട്ടാ. അല്ല നീ എന്തോന്നാടി ഈ കൂറായിട്ടോട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പെരുന്നാളായിട്ട്? ഓ എനിക്കറിയാം ഇപ്പൊ പുതിയ സാരിയൊക്കെ മേടിച്ചു തരാനുള്ളത്. എടി എന്നാ നിനക്ക് അത്രക്കില്ല എൻ്റെ കൂടെ പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ഒന്ന് എടുത്ത് തരുമായിരുന്നല്ലേ. അമ്മ എടുത്തവരെ അമ്മയ്ക്ക് അവളുടെ കാര്യം മാത്രമല്ലേ ഉള്ളു ചിന്ത. ഞാൻ ഇറക്കിപ്പൊടി കൊടുത്ത് മേടിച്ചായിരിക്കും മോളാന്ന് പറച്ചിന് മാത്രമേ ഉള്ളൂ. നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ ഞാൻ വാങ്ങിച്ചു തരില്ലേ നിനക്ക് സാരി? നീ എന്നെ കാണുമ്പോ ഇതൊന്നും സംസാരിക്കാൻ കൂടി ചെയ്യൂലല്ലോ. എന്നോട് പറയുന്നില്ലേ ഞാൻ മേടിച്ചായിരുന്നു. അളിയാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ. അവൾക്ക് അളിയനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ അളിയനോട് പറയാന്ന്. അല്ല അളി എന്നോട് പറയല്ലോ അളിയന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയണല്ലേ. ഒരു കാര്യം ചെയ്യും, അപ്പൊ ഞാൻ വാങ്ങിച്ചു തരില്ലേ നിനക്ക് സാരി? ഒരു സാരി അവൾക്ക് വാങ്ങിച്ചോട്. ഞാൻ വാങ്ങിച്ചു തരും നിനക്ക്. ഞാൻ സാരി വാങ്ങിച്ചു തരും കേട്ടോ. സാരി ഞാൻ വാങ്ങിച്ചു കൊടുക്കല്ലോ. അളിയ ഏറ്റതാ. സത്യാണോ? സത്യം. ചിരിക്കടി. ചോറെടുക്കാൻ ജമതി പോയിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ കറിയടി ചോറ് നാത്തൂനല്ലേ എടുക്ക്. നീ അവിടുത്തെ ചോറ് എടുക്കണേ ഞാൻ എങ്ങനെ എടുക്കണേ? പോയി എടുത്തിട്ട് വാ. നാത്തൂനല്ലേ ചോറ് വെച്ചത്? ഞാനോ? നിങ്ങൾ ചോറ് എന്ന് പറഞ്ഞോണ്ട് ചോറ് അല്ല, ഞാൻ ചോറ് വെച്ചിട്ടില്ല. ഇവിടെ അല്ലേ വെക്കാന്ന് പറഞ്ഞത്. ഇവിടെ അല്ലേ ചോറ് ഇരിക്കണേ? നാത്തൂനല്ലേ വെച്ചത്? എടുത്തോണ്ട് വാ. ഞാൻ ഇവിടെ കറി വെക്കുന്നല്ലേ പറഞ്ഞു, അവിടെ ചോറ് വെക്കാനല്ലേ പറഞ്ഞത്. അതിങ്ങനെ നാത്തൂനല്ലേ അത് കഴിഞ്ഞ എല്ലാം മാറ്റിയത്. നാത്തൂനല്ലേ എന്നോട് കറി വെക്ക ഇവിടെ ചോറ് വെച്ചോളാന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്ത് നുണയാ പറയണേ? ഞാൻ കൊച്ചിനെ പറഞ്ഞു വിട്ടില്ലേ അമ്മ കേക്ക്. ഞാൻ തക്കളിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇവിടെ കറിയും അവിടെ ചോറും വെക്കാന്നുള്ളത്. അത് തന്നെ തക്കളി അവിടെ വന്ന് പറഞ്ഞമ്മേ ഇവിടെ കറി അവിടെ ചോറും വെച്ചോളാന്ന്. ഞാൻ ചോറ് വെക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവിടെ ഓടി വന്നത്. ഇവിടെ കറിയും അവിടെ ചോറും വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ നീ അവിടെ കറി വെക്കണേന്ന് എന്റെ വീട്ടിൽ കറി വെക്കണ്ടേ? പിന്നെ അത് ഞാൻ ഇവിടെ കറിയുടെ കാര്യം പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. സത്യമായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടില്ലെന്നേ. സംഗതി ഇവിടെയാണ് ചോറ് വെക്കണ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇവിടെ ചോറ് വെക്കും. എന്താണ് അമ്മ ഞാൻ ചോറ് വെച്ചിട്ടില്ല. എന്നോട് വെക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ചോറില്ല ഇന്ന്. ചോറപ്പില്ലേ? നിങ്ങൾ ചോറ് എടുത്തോണ്ട് വന്നോ? എന്തുണ്ടായേ മക്കൾ എന്താ അവിടെ പോയി പറഞ്ഞ? ഇവിടെ കറിയും അവിടെ ചോറ് വന്നു. ആണ് കാര്യം. കൊച്ചിന് വല്ലതും അറിയാമോ? കൊച്ചു അവിടെ ചെന്ന് പറഞ്ഞ് ഇവിടെ എവള് പറഞ്ഞ് ഇവിടെ കറി അവിടെ ചോറ്. കൊച്ചു അതുപോലെ അവിടെ ചെന്ന് പറഞ്ഞു ഇവിടെ കറി അവിടെ ചോറ്. എടി എന്നാ നിങ്ങൾ പരസ്പരം ഒന്ന് തിരക്കണ്ടേ? എന്താണ് അവിടെ വെച്ചത് എല്ലാം വെച്ചാൽ നിങ്ങൾ അടുത്തടുത്ത വീട്ടുകാരല്ലേ? അതെ നേരത്തിന് ചോറ് കഴിക്കണം. എനിക്ക് ഷുഗറുള്ള കൈയും കാലും മറക്കാൻ തുടങ്ങി. ചോറുണ്ടാ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് ചോറ് ഇവിടെ പറഞ്ഞു. ചോറ് ചോറുണ്ടോ? അല്ല ഇവളുമാർക്ക് പരസ്പരം ഒന്ന് ചോദിക്കാൻ എന്തായിരുന്നു അമ്മേ കുഴപ്പം? നിനക്ക് നാവ് ഉണ്ടായിരുന്നില്ലേ? നാവ് തുറന്ന് ചോദിക്കായിരുന്നില്ലേ ഇവളോട്? എന്താ നിങ്ങളെ പെങ്ങളെ മറ്റേ നാത്തൂനെ എന്താ അവിടെ വെച്ചതെന്ന് ചോദിക്കണ്ടേ? അതെന്താ നീ ചോദിക്കാറ്? അഹങ്കാരം ഇവളുമാർക്ക്. നിനക്ക് അവളോട് ചോദിക്കായിരുന്നല്ലോ. ഞാൻ കൊച്ചിനെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ അവര് സംഭവം സത്യം അവര് പറഞ്ഞല്ലോ. ചോറുണ്ട് ചോറില്ല. അതെ അമ്മാവന് ഷുഗറാണ്. കൈകാലം പറഞ്ഞ ആളാണ്. ആ പഴഞ്ചോറ് പോയി എടുത്തിട്ട് വാ. പഴഞ്ചോറിന്റെ പട്ടിയുണ്ട്. എന്റെ ചേച്ചിയുടെ പിറന്നാളിന് പഴഞ്ചോറിനാണല്ലോ ഞാൻ ഇവിടെ വന്നത്. പിറന്നാളുകാരിക്ക് പഴഞ്ചോറ് കൊടുക്കുക. ചോറ് വെക്കണം. ഇവിടെ ഒരു ഉത്തരവാദിത്തമില്ല. എന്താ നിന്റെ നാവ് കുഴഞ്ഞു വരുന്നത്? അത് ഷുഗർ കാരണം ക്ഷീണിച്ചിട്ട്. അതിനിങ്ങനെ അങ്ങ് കുഴയണോ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? അമ്മാവൻ അത് പറയരുത്. കുടിച്ചിട്ടുണ്ടോ അമ്മാവൻ? പെങ്ങളെടുത്ത അമ്മാവൻ നുണ പറയില്ല എന്ന് പറഞ്ഞതല്ലേ? എന്തിനാ നുണ പറഞ്ഞത്? നുണ പറയില്ല. സത്യം കനകം തന്നപ്പോ. കനകം തന്നപ്പോഴാ? അതെ അതെ. അമ്മാവനെ കൊണ്ടുവന്ന
അമ്മ എന്റെ കല്യാണം പറയണ്ട. അമ്മ അവൻ കുപ്പിയായിട്ട് വന്നു. അമ്മ അവൻ കുപ്പിയായിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു. എന്നോട് ക്ലീറ്റോ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ക്ലീറ്റോയും വിളിച്ച് നമുക്ക് ആ വാഴയുടെ ചോട്ടിൽ പോയി ഇരിക്കാൻ എടുത്ത് വരുന്നതിന്റെ മുമ്പ് അത് തീർക്കാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയതല്ലേ അല്ലേ? തങ്കം സത്യമായിട്ട് ഞാൻ വേണ്ട ഞാൻ വരില്ല എന്ന് നല്ലപോലെ പറഞ്ഞ് ഈ അളിയനും ഈ അമ്മാവനും ഇവനും കൂടെ എന്നെ കുടിപ്പിച്ചത് ചെറുതേ കഴിച്ചുള്ളൂ. എടാ നിന്നെ ഞാൻ ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത് എന്തിനാന്ന് നിനക്ക് അറിയാമോടാ? എന്തോന്നിന്? സന്തോഷമുള്ള ദിവസമല്ലേ, അപ്പൊ നമ്മള് സന്തോഷത്തിന് നീ കൂടെ എന്നെ കുറ്റം പറയുമല്ലേ? എനിക്ക് ഉത്തരവാദിത്വം. സത്യം ഉത്തരവാദിത്തമുണ്ടോ? എന്താ പറഞ്ഞാൽ കാലത്ത് അമ്പലത്തിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എപ്പോഴാ? 1 മണിക്കല്ല ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. കാലത്ത് വന്നിരുന്നു വല്ലതും സംഭവിക്കായിരുന്നു. എനിക്ക് ഇത് കുറഞ്ഞത് പല നേരത്തിന് കഴിക്കാത്തവർക്ക് അങ്ങനെ ഉണ്ടാവും കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞു, ഈ ചേച്ചി രാവിലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നേരത്തിന് ചോറുണ്ടായിരുന്നില്ലേ? അല്ല അമ്മ പറഞ്ഞ കാര്യമുണ്ട്. അമ്മയ്ക്ക് ഇച്ചിരി കൂടെ ഉത്തരവാദിത്തം ഉണ്ടാവുമായിരുന്നു. എടാ ഞാൻ 1 മണി വരെ അമ്പലത്തിൽ നിന്ന് എന്തിനാന്ന് നിനക്ക് അറിയാമോ? എന്താ? എടാ അവിടെ കുറെ പാവങ്ങളുണ്ട്. അവർക്ക് ഒരു കൂടി പറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ അന്നദാനം നടത്താന്ന് കരുതിയാടാ ഞാൻ അവിടെ ഇരുന്നത്. നിങ്ങൾക്ക് അറിയാമോ? എന്റെ ജന്മനാളിന് എനിക്ക് മോശപ്രാപതി കിട്ടാൻ വേണ്ടി. അയ്യോ അല്ല എനിക്കിത് വേണം. അതെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 1 ആയിപ്പോയി. അതാണ് ഞാൻ ചെയ്ത കുറ്റം. ആ പാവങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ? അമ്മ ഞങ്ങളോട് ഇരുന്നൊരു പറ്റി കഴിക്കാമെന്ന്. ഞാനത് കേട്ടില്ല. അതിന്റെ ഫലമാണ് എനിക്കിപ്പോഴും കിട്ടിയത്. ഞാൻ എന്തിനാണ് ഇവിടെ ഓടിയെത്തിയത്? എന്റെ മക്കളുടെ, എന്റെ ആങ്ങളുടെ കൂടെ, എന്റെ കൊച്ചുമക്കളുടെ ഇരുന്നൊരു കൂടി പറ്റി കഴിക്കാന്ന് കരുതി ഞാൻ ആവേശത്തോടു കൂടി ഓടി വന്നതാ. അപ്പൊ എനിക്ക് കിട്ടിയത് എന്താണ്? എനിക്ക് തൃപ്തിയായി, എനിക്ക് സമാധാനമായി. ഞാൻ പോവുക. ഞാൻ അമ്പലത്തിലോട്ട് പോവുക. എനിക്ക് അവിടെ സമാധാനം കിട്ടും. ആ പാവങ്ങളിൽ ഇരുന്ന് ഞാനൊരു കൂടി പറ്റി കഴിച്ചോളാം. എനിക്ക് അവിടെ സമാധാനമുണ്ട്.